നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golds and Diamonds. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds, തൃപ്രയാർ. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 95 വയസ്സായിരുന്നു. തൃശൂരിലായിരുന്നു അന്ത്യം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ചു കോടതി. പുനയൂർ കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് ശിക്ഷിച്ചത്. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കാഞ്ഞിരക്കോട് സ്വദേശികളാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായ പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയിടം സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ആദ്യമായാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. തൃശൂരിലായിരുന്നു അന്ത്യം. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ലിബീഷ് അല്പസമയത്തിനകം ചേരുന്നതാണ്. മറ്റു വാർത്തയിലേക്ക്. മെത്രാൻ പദവിയിൽ അരനൂറ്റാണ്ടിലധികം തികച്ച മാർ തൂങ്കുഴിയുടെ വേർപാട് തൃശൂരിന് തീരാ നഷ്ടമാണ്. കോട്ടയം ജില്ലയിലെ പാല വിളക്കുമാടത്ത് കർഷക ദമ്പതികളായ കുര്യന്റെയും റോസിയുടെയും 4ാമത്തെ മകനായാണ് ജനനം. കുടുംബം പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു. 2 വർഷം മുമ്പാണ് മാർ ജേക്കബ് തൂങ്കുഴി മെത്രാൻ പദവിയിൽ അരനൂറ്റാണ്ട് തികച്ചത്. 1973 മാർച്ചിൽ മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി. പിന്നീട് താമരശ്ശേരിയിലും തൃശൂരിലും ദീർഘകാലം രൂപതകളെ നയിച്ചു. 1997 ഫെബ്രുവരിയിൽ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ മാർ ജേക്കബ് തൂങ്കുഴി 2007 മാർച്ച് 18 വിരമിക്കുന്നത്. സൗമ്യമായ സംഭാഷണവും ഇടപെടലും മൂലം അദ്ദേഹം ഏവർക്കും പ്രിയപ്പെട്ടവനായി മാറി. ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവാണ്. തൃശൂർ മൈനർ സെമിനാരിയിൽ വിശ്രമജീവിതം നയിച്ചു വരവേ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലാണ് അന്ത്യം. TCV തൃശൂർ. അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ഫാദർ റോയ് വടക്കൻ നമ്മോടൊപ്പം ചേരുന്നു. പിതാവ് തീർച്ചയായിട്ടും തൃശ്ശൂർ രൂപതയ്ക്ക് വലിയ നഷ്ടമാണ് പിതാവിന്റെ വേർപാട്. ഒരുപക്ഷെ കുണ്ടൻ പിതാവിന് ശേഷം തൃശ്ശൂർ അതിരൂപതയെ ശക്തമായി നയിച്ച ഈ ആധുനിക കാലഘട്ടത്തിന്റെ സ്നേഹത്തിന്റെ വലിയ ഹൃദയത്തുടിപ്പായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി പിതാവ്. ഒരേ സമയം മാതൃത്വവും പിതൃത്വവും തുളുമ്പുന്ന ക്രൈസ്തവത്തിന്റെ മുഖമായിട്ടാണ് പിതാവിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ വലിയ തമ്പുരാനായിരുന്നു. വ്യക്തിപരമായി അടുത്തറിയുന്ന ഒരു വലിയ പിതാവിനെ ഇന്ന് തൃശ്ശൂർ അതിരൂപതയ്ക്കും ലോകത്തിനും നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും നമുക്കത് ദുഃഖമുണ്ട്. എങ്കിലും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന ബൈബിൾ വാചകം നമുക്ക് ശക്തിയായിരിക്കട്ടെ. പിതാവിന്റെ ദുഃഖത്തിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, തൃശൂരിനെയും ക്രൈസ്തവ വിശ്വാസികളെയും സംബന്ധിച്ച് ഏറെ വേദനാജനകമായ ഒരു വിയോഗമാണിത്. സംസ്കാര ശുശ്രൂഷയും പൊതുദർശനവും അടക്കമുള്ള ചടങ്ങുകൾ തീരുമാനമായോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ, ഉച്ചതിരിഞ്ഞ് 2:50 മാർ ജേക്കബ് തൂങ്കുഴിയുടെ അന്ത്യം സംഭവിച്ചത്. 95 വയസ്സായിരുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പാണ്. അതിലുപരി തൃശ്ശൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം നിറസാന്നിധ്യമായ ഒരു ആത്മീയ ആചാര്യനെയാണ് സാംസ്കാരിക നഗരിക്ക് നഷ്ടമാകുന്നത്. അദ്ദേഹം കുറച്ച് നാളുകളെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് ഇവിടെ നിന്നും വിശ്രമ ജീവിതം നയിക്കുന്ന നടത്തറ കേച്ചേരിയിലെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഖബറടക്കം സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. മറ്റ് പൊതു ദർശനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും സഭാ നേതൃത്വം ആലോചിക്കുന്നതേ ഉള്ളൂ. 2:50 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അല്പസമയത്തിനകം തന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെല്ലാം നിറസാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലായിടത്തും തന്നെ ഓടിയെത്തി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പിതാവാണ് ജേക്കബ് തൂങ്കുഴി. സഭയുടെ നിരവധി തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അടക്കമുള്ള വികസന നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അതോടൊപ്പം തന്നെയാണ് സഭയുടെ നിരവധി സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ഒരു പിതാവായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി. അങ്ങനെ നിരവധി തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ തന്നെ സഭയുടെ ആത്മീയ രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നിരവധി രൂപതകളിൽ അദ്ദേഹം മെത്രാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സഞ്ചരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പിതാവായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി. അദ്ദേഹം തൻ്റെ ഇരുചക്ര വാഹനത്തിൽ പലയിടങ്ങളിലും എത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സഭയിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഏറെ പ്രസിദ്ധവുമാണ്. അങ്ങനെ ഒരു സഞ്ചരിക്കുന്ന പിതാവായി തന്നെയാണ് മാർ ജേക്കബ് തൂങ്കുഴി അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം വലിയ ചടങ്ങായി തന്നെയാണ് നടത്തിയത്. അങ്ങനെ നിറസാന്നിധ്യമായിരുന്ന ഒരു പിതാവിനെയാണ് സഭയ്ക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ശരി ലിബീഷ്, തൃശ്ശൂരിനെയും ക്രൈസ്തവ വിശ്വാസികളെയും ഒന്നടങ്കം വേദനാജനകമായൊരു വിടവാങ്ങലാണ് ഉണ്ടായിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അവസ്ഥകളാലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഒരുപാട് വികസന നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. വിവരങ്ങളാണ് ലിബീഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ഈ പണം സ്വീകരിച്ച് നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ ഇടപെടണമെന്ന വയോധികയുടെ ആവശ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള സുരേഷ് ഗോപിയുടെ നിർദ്ദേശം വിവാദമായി. പ്രധാനമന്ത്രിയുടെ 75ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ നമോ ടീ സ്റ്റാളിൽ മധുരപലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു. ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ, മണ്ഡലം പ്രഭാരി KP ഉണ്ണികൃഷ്ണൻ, സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതുകൊണ്ട് പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സിനിമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ എലത്തുരുത്തിൽ കലുങ്കു സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയും വേലായുധൻ ചേട്ടന്മാരെ താൻ അയക്കും, പാർട്ടിക്കാർ തയ്യാറായിരുന്നോളണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 43 വയസ്സുകാരന് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച കുന്നംകുളം പോക്സോ കോടതി. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാൻ കോടതി വിധി. അകലാട് പുനയൂർ സ്വദേശി കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് ശിക്ഷിച്ചത്. 2021 ഒക്ടോബറിലായിരുന്നു സംഭവം. കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ മലപ്പുറം ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വടക്കേക്കാട് സ്റ്റേഷനിലെ സീനിയർ SHO മിനിത എടുത്ത മൊഴി പ്രകാരം ഇൻസ്പെക്ടറായിരുന്ന അമൃത് തരംഗനാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് KN അശ്വതി എന്നിവർ ഹാജരായി.
കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ കാഞ്ഞിരക്കോട് സ്വദേശികളായ 3 പേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു. വടക്കൻ വീട്ടിൽ മിഥുൻ, മങ്കാത്ത് ശിവൻ, KM മുരളീധരൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B അശോക് രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പന്നിവേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ ദേശമംഗലം സ്വദേശിയായ പല്ലൂർ കിഴക്കേതിൽ മുഹമ്മദ് മുസ്തഫയെ നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയിടം സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ആദ്യമായാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. നിയുക്ത മേൽശാന്തി ഈ മാസം 30 രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പാലക്കാട് സ്വദേശിയായ 29 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. 15-നാണ് രോഗലക്ഷണങ്ങളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. പാലിയേക്കര ടോൾ വിഷയം ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ടോൾ പിരിവ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് അതുവരെ തുടരും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് ഹർജിക്കാരുടെ പരാതികൾ കൂടി പരിഗണിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം പ്രശ്നപരിഹാരത്തിനായി കളക്ടർ നൽകിയ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. ടോൾ പിരിവ് നിർത്തിവെച്ചതിനാൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്നും ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യമുന്നയിച്ചിരുന്നു. ആർക്കും നഷ്ടമുണ്ടാക്കാനല്ല, പൊതു താൽപര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ V മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഗതാഗത മാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മാണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രായോഗികമാണ്. നിർമ്മാണം തുടങ്ങും മുന്നേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു? ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. VP തുരുത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം തേടി. എൽത്തുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ താൻ ആരോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചിലവിൽ 3 മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തിൽ ചർച്ച ചെയ്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എലത്തുരുത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദം വേദിയിൽ DCC അംഗം, തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കലുങ്ക് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തത്. ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ചെന്താമരാക്ഷന്റെ വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയെന്ന് സിറോ മലബാർ സഭ തൃശൂർ അതിരൂപത. കത്തോലിക്ക സഭയുടെ മുഖമാസികയിലെ ലേഖനത്തിലാണ് സഭ സുരേഷ് ഗോപിക്കെതിരെ വിമർശനമുന്നയിക്കുന്നത്. വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് മറച്ചുപിടിക്കാൻ സുരേഷ് ഗോപിയെ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും പറഞ്ഞയച്ചത് RSSന്റെ ഗൂഢതന്ത്രമാണെന്ന് ലേഖനത്തിൽ ആരോപിക്കുന്നു. ചില മെത്രാൻമാർ ഈ തന്ത്രത്തിൽ വീണെന്നും ലേഖനത്തിലുണ്ട്. തൃശൂരിന് പുറത്തുള്ള 1 ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ തിരുകി കയറ്റിയാണ് സുരേഷ് ഗോപി വിജയിച്ചത്. പുകമറയുണ്ടാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് മറിഞ്ഞു എന്ന തെറ്റായ പ്രചരണം ഇപ്പോഴും RSS നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിലും തൃശൂർ അതിരൂപതയുടെ മുഖപത്രം വിമർശനവുമായെത്തി. സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയ അന്ധതയാണെന്ന് പത്രം വിമർശിച്ചു. ഇന്ത്യയിൽ ഇന്ന് നിരപരാധികളെ കൊടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം. ഇതെടുത്ത് മിഷണറിമാർക്കെതിരെ ഉപയോഗിക്കുകയാണെന്നും വിമർശനമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ലഹരി വ്യാപനത്തിനെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ആശയമുയർത്തുന്ന സമൂഹ നടത്തം തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ തെക്കേ ഗോപുര നടയിലാണ് സമൂഹ നടത്തം ആരംഭിച്ചത്. നേതാക്കളായ K മുരളീധരൻ, ജോസഫ് ടാജറ്റ്, TN പ്രതാപൻ, IM വിജയൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ കീഴടക്കാൻ ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയൻ അർഹതയില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ്. പക്ഷെ 10 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻ മൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല. നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥ കേരളത്തിൽ നിന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയാണ് പാർട്ടി എടുത്തതെന്ന് ചെന്നിത്തല പറഞ്ഞു. രാഹുലിന്റെ സസ്പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പൂർണ്ണ ബോധ്യത്തോടെയാണ് നടപടി സ്വീകരിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയാണ് APCC പ്രസിഡന്റ് കൈക്കൊള്ളുന്നത്. ആ സസ്പെൻഷൻ നിലനിൽക്കുകയാണ്. അത് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യത്തോടെ എടുത്ത ഒരു നിലപാടാണ്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റി നോക്കി. അതാണിപ്പോൾ നിൽക്കുന്ന നില. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തൻ നഗറിലെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ സെക്രട്ടറി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ TB ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ PN സതീഷ്, PK പുഷ്പാകരൻ, VA ഷംസുദ്ദീൻ, ബാബു ചിങ്ങാരത്ത്, AJ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നിർജീവമെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. സഭാ നടപടികൾ നിർത്തിവച്ചാണ് വിഷയം ചർച്ച ചെയ്തത്. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ലെന്നും കപ്പൽ മുങ്ങിപ്പോയെന്നും N ഷംസുദ്ദീൻ MLA പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യരംഗം മെച്ചപ്പെട്ടതായി മറുപടി പ്രസംഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട 5 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ MLA-മാർ നടത്തുന്ന സത്യാഗ്രഹം തുടരുന്നു. കോൺഗ്രസിന്റെ സനീഷ് കുമാർ ജോസഫും മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫുമാണ് ഇന്നലെ ഉച്ച മുതൽ സത്യാഗ്രഹം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പുറത്താക്കും വരെ സമരം തുടരുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. ഇന്നലെ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നിരുന്നു. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സഭാ സമ്മേളനത്തിലുടനീളം വിഷയം സജീവ ചർച്ചയാകാൻ ലക്ഷ്യമിട്ടാണ് MLA-മാർ സത്യാഗ്രഹം നടത്തുന്നത്. ആളൂർ പഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 15 സ്ഥാപനങ്ങളിൽ നിന്നാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പിടിപെടുവാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത്. ആളൂരിലെ ബാർ ഹോട്ടലായ കല്ലടയിൽ നിന്നും 2 മാസം മുൻപ് കാലാവധി കഴിഞ്ഞ 2 കുപ്പി ഗ്രീൻ ചില്ലി സോസ്, 7 ലിറ്റർ വിനാഗിരി, നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കാരി ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു. കൂടാതെ ഫ്രീസറിൽ നിന്നും പഴകിയ ഇറച്ചി വിഭവങ്ങൾ, മീൻകറി, പായസം എന്നിവയും പിടികൂടി. കുഴിക്കാട്ടുശ്ശേരി 3 സ്റ്റാർ ബേക്കേഴ്സിൽ നിന്നും 4 ദിവസം മുൻപ് കാലാവധി തീർന്ന 4 പാൽ പാക്കറ്റുകൾ, ഷേക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി വലിയ പാത്രത്തിൽ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പഴകിയ പാൽ എന്നിവ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവ നശിപ്പിച്ചു. പരിശോധനയിൽ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാത്ത 2 സ്ഥാപനങ്ങൾ, പുകയില വിരുദ്ധ ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനം എന്നിവയ്ക്കെതിരെ പിഴ ഈടാക്കി. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ
രാഗി, ജിനേഷ്, ആശംസ് എന്നിവരാണ് പരിശോധന നടത്തിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാൾ. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും BJPയും തുടക്കമിട്ടു. BJPയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും 2 ആഴ്ചത്തെ സേവന വാരം ആചരിക്കും. രക്തദാന, ആരോഗ്യ ക്യാമ്പുകൾ, ശുചിത്വ ദൌത്യങ്ങൾ, പരിസ്ഥിതി ബോധവൽക്കരണം, കായികമേളകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. പിറന്നാൾ ദിനം പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ദാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യ PM മിത്ര ടെക്സ്റ്റൈൽസ് പാർക്കിന് തറക്കല്ലിടും. നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിൽ മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മധുര പലഹാര വിതരണം നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷ ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, നേതാക്കളായ പ്രിയ അനിൽ, വിൻഷി അരുൺ, ഭഗീരഥി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ആൽബമാക്കി സൂക്ഷിക്കുകയാണ് എരുമപ്പെട്ടി പാത്രാമംഗലം ചുങ്കത്ത് വീട്ടിൽ ഫ്രാൻസിസ്. 18 വർഷമായി ഫ്രാൻസിസ് ഈ വിനോദം തുടങ്ങിയിട്ട്. എരുമപ്പെട്ടിയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് ഷോപ്പിന്റെ ഉടമയാണ് ഫ്രാൻസിസ്. കൗതുകം, ആശ്ചര്യം, സങ്കടം, ദുരന്തം, ഉൾക്കാഴ്ചകൾ തുടങ്ങിയ വാർത്തകൾ വേർതിരിച്ച് പ്രത്യേകം ഫയലുകളിലാണ് സൂക്ഷിക്കുന്നത്. ഓരോ ആൽബത്തിനും വിഷയത്തിനനുസൃതമായ പേരുകളും നൽകിയിട്ടുണ്ട്. പേപ്പറിലെ എല്ലാ കട്ടിങ്ങുകളും സാധാരണ രീതിയിൽ ഞാൻ കട്ട് ചെയ്യാറില്ല. വളരെ ആശ്ചര്യമായിട്ടുള്ള സംഭവങ്ങളും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ 18 വർഷത്തെ കളക്ഷൻസുകളുണ്ട്. അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിന്റെ നേർക്കാഴ്ചകളായ വാർത്തകളും ചിത്രങ്ങളും പ്രത്യേകം ആൽബമാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. യുദ്ധങ്ങളുടെയും യുദ്ധക്കെടുതികളുടെയും വാർത്തകളും ചിത്രങ്ങളും ആൽബത്തിലുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാർത്തകളും ചിത്രങ്ങളുമാണ് ഫ്രാൻസിസിന്റെ ശേഖരത്തിലുള്ളത്. പേജുകൾ കേടുവരാതിരിക്കാൻ ലാമിനേറ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. നിരവധി കേസുകളിൽ പ്രതിയായ പെരുവലൂർ സ്വദേശി തച്ചപ്പുള്ളി വീട്ടിൽ വിവേകിനെ പാവറട്ടി പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തി. ഇയാൾ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്കാണ് നാടുകടത്തിയത്. വൈദ്യുതി വിഭാഗം ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന ഉത്തരവ് ഇറങ്ങുന്ന കാര്യം മേയർക്കും CPM നേതാക്കൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. മേയറുടെയും CPM നേതാക്കളുടെയും അറിവോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരുടെ എണ്ണം കുറിച്ചുള്ള ഉത്തരവ് ഇറക്കിയത്. നേരത്തെ പാളിപ്പോയ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം കമ്പനിവൽക്കരണം വീണ്ടും നടപ്പാക്കാനാണ് മേയറുടെ നീക്കം. ഇടത് ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. മാനസികാരോഗ്യത്തിനായി കേൾക്കാം എന്ന പേരിൽ ആഗോള സൗജന്യ മലയാളി കൗൺസിലിംഗ് പദ്ധതിക്ക് തൃശൂരിൽ ശനിയാഴ്ച തുടക്കമാകുന്നു. ആത്മഹത്യ, മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി UK കേന്ദ്രീകൃതമായി രൂപീകരിച്ച പ്രത്യാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 1000-ലധികം വരുന്ന സൈക്കോളജിസ്റ്റ്, ഡോക്ടർമാർ, കൗൺസിലർമാർ, സാമൂഹികാരോഗ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കേൾക്കാം പദ്ധതിയിൽ പങ്കാളികളാവും. കഴിഞ്ഞ 4 വർഷങ്ങളിലായി 40,000 മലയാളികൾ ജീവൻ ഒടുക്കിയെന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച തൃശൂർ പുഴയ്ക്കലിൽ നടക്കും. റിട്ടയർഡ് ജഡ്ജി കുര്യൻ ജോസഫ്, മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട്, സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പദ്ധതിയുടെ രക്ഷാധികാരി ഫാദർ ഡേവിസ് ചിറമേൽ, പ്രത്യാശ ഡയറക്ടർ ഡോക്ടർ TJ ജസ്ന, ദീപക് ഡൊമിനിക്, M സ്നേഹ, സൈബസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്കിടങ് പഞ്ചായത്ത് 13ാം വാർഡിലെ മണ്ണാന്ത്ര റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ 41 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നവീകരണം നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, വാർഡംഗം സൗമ്യ സുഗു തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ആർട്ട് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 29ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരമായ ടാസ് നാടകോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. 10 ദിവസങ്ങളിലായി തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന നാടക മത്സരത്തിൽ കേരളത്തിലെ 10 നാടക സമിതികളുടെ ഏറ്റവും പുതിയ നാടകങ്ങളാണ് അവതരിപ്പിക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 6 നടക്കുന്ന നാടകാവതരണത്തിന് മുന്നോടിയായി ഓരോ ദിവസവും നാടക, കലാ, സാഹിത്യ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരെ ആദരിക്കും. സമാപന സമ്മേളനം 30 നടക്കും. പ്രേക്ഷകരുടെ ഗാലപ്പോളിലൂടെ വിജയികളെ തിരഞ്ഞെടുത്ത് അവാർഡുകൾ നൽകും. പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടാസ് ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ്, ജോയിന്റ് സെക്രട്ടറി ഷാജു ചിരിയങ്കണ്ടത്ത്, പ്രസിഡന്റ് OJ ജോസ്, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഏനാമാവ് വടക്കേ കൂഞ്ചിറ കോൾപ്പടവിൽ കർഷകർ വിത്തിറക്കി. 310 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ ഉമാ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ വിത ഉത്സവം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. വെങ്കിടം കൃഷി ഓഫീസർ ഐഷ അദീന, കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികളായ AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ, PA ഹാരിസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, സുനിൽ ലാലു, സിജോ ജോർജ്, KK അശോകൻ, ജോൺ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി കാരുണ്യക്ഷേമ പെൻഷൻ പദ്ധതിയുടെ 6ാമത് മാസത്തെ വിതരണത്തിന്റെ ആദ്യ തുക മുൻ ബൂത്ത് പ്രസിഡന്റ് തായാട്ട് കൊച്ചുവേലായുധന് ചടങ്ങിൽ കൈമാറി. എന്താണ് പ്രത്യേക സൗകര്യം? അവരെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഈ ഗവൺമെന്റിനെ പുകഴ്ത്താനുള്ള അനുവാദം. ഈ വർഷം 100-ലധികം കണ്ണുകൾ ദാനം ചെയ്ത് ഒന്നാമതെത്തിയ ഇരിങ്ങാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവ് കെയറിന് ഐബാങ്ക് അസോസിയേഷൻ ഭാരവാഹികൾ അവാർഡ് സമ്മാനിച്ചു. അങ്കമാലിയിൽ സംഘടിപ്പിച്ച നേത്രദാന പക്ഷാചരണ സമാപന യോഗത്തിലാണ് അവാർഡ് സമ്മാനിച്ചത്. ഹൃദയ പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത്, ഫാദർ ജോസഫ് മാളിയേക്കൽ, ഫാദർ റിൻഡോ തെക്കിനേത്ത എന്നിവർ ചേർന്ന് സിനിമാ താരം മാത്യു തോമസിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു. സൂര്യഭാരതി ഫൗണ്ടേഷൻ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ലിഫ്റ്റിന്റെയും 50 CCTV ക്യാമറകളുടെയും സമർപ്പണം നടന്നു. സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ KP മനോജ് കുമാർ സമർപ്പണം നിർവഹിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മനോജ് കുമാറിനെ മാനേജ്മെന്റ് ആദരിച്ചു. സ്കൂൾ മാനേജർ MV ബാബു അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ MS രാജു, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ K സ്മിത, LP വിഭാഗം പ്രധാനാധ്യാപകൻ K സുരേഷ് ബാബു, V ശ്രീനിവാസൻ, KV ഷാജു, സൂര്യഭാരതി ഫൗണ്ടേഷൻ ഡയറക്ടർ കേശവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ പ്രഥമ വയോസൗഹൃദ അവാർഡിന് അർഹമായ ക്യാപ്റ്റൻ ലക്ഷ്മി വയോജന ക്ലബിന് ആദരം. അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായി. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ഉണ്ണികൃഷ്ണൻ, വയോജന ക്ലബ്ബ് കോർഡിനേറ്റർ KR സുകുമാരൻ, സെക്രട്ടറി ലില്ലി റാഫേൽ, പ്രസിഡന്റ് സുകുമാരൻ കടുവാതുക്കൽ, വാർഡംഗം സലീജ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിനും 40 മണിക്കൂർ ആരാധനയ്ക്കും കൊടിയേറി. ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധന ഈ മാസം 25, 26, 27 തീയതികളിൽ നടക്കും. 28-നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളും ആശ്രമ ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷവും. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിത ജയരാജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് PV രാജു, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, സ്റ്റാഫ് സെക്രട്ടറി PK രാജരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ദിവ്യ സുധീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ, ആശ ഉണ്ണികൃഷ്ണൻ, അശ്വതി ബിബി,
PS പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉണ്ണിമുഹദ്ദീൻ മുസ്ലിയാരുടെ 100ാമത് ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ഇതോടനുബന്ധിച്ച് മൗലീദ് പാരായണവും മദ്ഹ് പാട്ടും നടന്നു. ആലി മുഹമ്മദ് പൊന്നാത്ത്, സെയ്ദ് മുഹമ്മദ് കൂർമത്ത്, മുസ്തഫ മതിലകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് JLP സ്കൂളിലെ ശാസ്ത്രമേളയും കലോത്സവവും കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം VG പ്രകാശ്, PTA പ്രസിഡന്റ് MM ജസീന, MPTA പ്രസിഡന്റ് VM സുനിത, പ്രധാന അധ്യാപിക VG പ്രമീള, സ്കൂൾ ലീഡർ CR ഹരിവ്യാസ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. പാരമ്പര്യ വാസ്തുശാസ്ത്ര വിദഗ്ധൻ മണികണ്ഠൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു. N മോഹനൻ, വത്സല ഗിരീശൻ, ബാലകൃഷ്ണൻ കിഴക്കേപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോൾ പി റാഫേൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ വിനു വിപിൻ, വാർഡംഗം ജെറോം ബാബു, PTA പ്രസിഡന്റ് VC സന്തോഷ്, NSS പ്രോഗ്രാം ഓഫീസർ നിഷ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബ് ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ലയൺസ് ക്ലബ്ബ് ജില്ലാ സെക്കൻഡ് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർമാരായ ബിജു പൊറുത്തൂർ, ജോസ് മുത്തേടൻ, പേരാമ്പ്ര പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി വട്ടക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സീഡ് ക്ലബ്ബ് ഗ്രീൻ വേവ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനം ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ KR ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പ്രധാന അധ്യാപിക KP ബിന്ദു, HSS വിഭാഗം പ്രധാന അധ്യാപിക അനിത, സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ സുനില തുടങ്ങിയവർ പങ്കെടുത്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ വിശദീകരണ യോഗം നടത്തി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി C പ്രദീപൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് KV ജോസ് അധ്യക്ഷത വഹിച്ചു. NT ബേബി, TV ദേവദാസ്, TV ജയൻ, KS സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 10,240, പവന് 81,920. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 95 വയസ്സായിരുന്നു. തൃശൂരിലായിരുന്നു അന്ന്.
കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ച കോടതി. പുനയൂർ കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് ശിക്ഷിച്ചത്. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കാഞ്ഞിരക്കോട് സ്വദേശികളെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയിടം സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ആദ്യമായാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.